പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല പ്രഭാത ദിനത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും മുഖ്യമായിരുന്നു വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. എഫെസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഫെസോസിലെ ജനത്തോട് അഥവാ സഭയോട് വിശ്വാസികളോട് പറയുന്നതാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതിന് നിങ്ങൾ കാരണമല്ല. പിന്നെ പറയാണ്, ദൈവത്തിന്റെ ദാനമത്രയാകും. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരുന്നു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ രക്ഷയ്ക്കകത്ത് അല്ലെങ്കിൽ ആർക്കും പ്രശംസിക്കാൻ കഴിയത്തില്ല. ഞാൻ അത് ചെയ്തതുകൊണ്ടാണ്, ഞാൻ ഇത് ചെയ്തു കൊടുത്തത് കൊണ്ടാണ്, ഞാൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രശംസിക്കുന്ന അനവധി ആളുകളുണ്ട്. അവർക്ക് ഈ വചനം ഒരു ദൂതാണ്. കാരണം നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്, പലരെയും സഹായിക്കാറുണ്ട്, പലർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, പലർക്ക് വേണ്ടി നമ്മൾ ദൈവത്തിന് ഇടിവി നിൽക്കാറുണ്ട്, പലരുടെയും സങ്കടങ്ങളിൽ ദുഃഖങ്ങളിലൊക്കെ ചെന്ന് നമ്മൾ അവർക്ക് ആശ്വാസം കൊടുക്കാറുണ്ട്. ചിലരെ സംബന്ധിച്ച് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട്, നന്മ പ്രവൃത്തികൾ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടത് എന്ന് പറയുവാൻ കാരണമാകരുത്. അല്ലേ? അതുകൊണ്ടാണ് ഈ വചനം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. അല്ലേ? അപ്പം ദൈവത്തിന്റെ കൃപയാണ് അല്ലെങ്കിൽ ഒരുവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത്, രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്. വ്യക്തം ചെയ്യും. ഇത് തന്നെയാണ് പൗലോസ് എഫെസോസ് സഭയിലെ വിശ്വാസിയോട് പറയുന്നത്. എഫെസോസ് സഭയിലെ വിശ്വാസിയോട് മാത്രമല്ല, എന്നോടും നിങ്ങളോടും സംസാരിക്കുന്ന വചനം. വ്യക്തം ചെയ്യുന്നു. പാപിയായ മനുഷ്യന് സ്വന്തം നീതിപ്രവർത്തികൾ കൊണ്ട്, ആ മനുഷ്യന്റെ സ്വയം നീതി പ്രവർത്തികൾ കൊണ്ട് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനും കഴിയില്ല. പാപി എന്നും പാപിയായി. ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജന്മം പ്രാപിക്കണം, രക്ഷ പ്രാപിക്കണം, മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ആ വ്യക്തിക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഈ ലോകത്തിൽ 800 കോടിയിലധികം ജനമുണ്ട്. എല്ലാവരോടും ചോദിച്ചാൽ എല്ലാവരും പറയും, ഞങ്ങൾ ദൈവരാജ്യത്തിലെത്തും, സ്വർഗരാജ്യത്തിലെത്തും. വെറുതെ പറയുന്നതാണ്. ചുമ്മാ ഊഹാപോഹങ്ങൾ പണ്ട് തൊട്ട് പലരും വിളിച്ചു പറയുന്നുണ്ട്, ഇന്നും അത് വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്ന് പലരും വിളിച്ചു പറയുന്നവർ ഊഹാപോഹം മാത്രമാണ്, സത്യമല്ല. നിങ്ങൾ തിരിച്ചറിയണം. സത്യം വിളിച്ചു പറയണമെങ്കിൽ, സത്യം അറിയണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ദൈവവചന ഹൃദയം കൊണ്ട് വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആത്മരക്ഷ കൃപയാൽ പ്രാപിച്ച്, ഹല്ലേലൂയ, പാപത്തിന് പരിഹാരം വരുത്തി യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവവചനം അനുസരിച്ച് വേർപാടിനും വിശുദ്ധിയിലും, ഹല്ലേലൂയ, വിശുദ്ധിയോടെ ജീവിക്കുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ എല്ലാവർക്കും അങ്ങോട്ടൊക്കെ പോകാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം സ്വർഗവും നരകവും ഇവിടെ രണ്ടായിട്ട് തിരിച്ചു കാണിക്കണ്ടായിരുന്നല്ലോ. സ്വർഗം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. സ്വർഗവും നരകവും ഇവിടെ വെച്ചിരിക്കുന്നതിന് കാരണം പാപിക്കെന്നും നരകമാണെന്ന് നാം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധന്റെ പദവി എന്ന് പറയുന്നത് അവൻ സ്വർഗരാജ്യത്തിലാണ്. രക്തം ചെയ്യണം. അപ്പൊ ഏതൊരു പാപിക്കും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയും. പക്ഷെ അവൻ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കണം. പാപിയായ മനുഷ്യൻ 100 വീട് വെച്ച് കൊടുത്തത് കൊണ്ടോ 1000 വീടുകൾ പണിത് കൊടുത്തത് കൊണ്ടോ ആ വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. പാപിയായ ഒരു മനുഷ്യൻ നീ 1000 5000 സമൂഹ വിവാഹം നടത്തി കൊടുത്താലും സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. ഇനി പാപിയായ ഒരു മനുഷ്യൻ കോടീശ്വരനാണ്, അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ നന്മ പ്രവൃത്തികൾ ചെയ്താലും അദ്ദേഹത്തിന് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. കാരണം പാപിയാ മനുഷ്യൻ. ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് പാപത്തിന് പരിഹാരം നൽകുന്ന, പാപപരിഹാരകനായിരിക്കുന്ന
മാനകുലത്തിന്റെ മുഴുവൻ പാപത്തിനു വേണ്ടി ഇന്നേക്ക് 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുരിശിൽ മനുഷ്യന്റെ പാപങ്ങളെ ഏറ്റെടുത്ത് പരമയാഗമായി മാറി നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ തന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി നിയോഗം കൊടുത്തിട്ട് ദൈവരാജ്യത്തിലേക്ക് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയവൻ, പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവൻ, തന്റെ സഭയെ ചേർക്കാൻ വരുന്ന കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ്. യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർക്കാണ് ഹല്ലേലൂയ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. അവർക്കേ മോചനമുള്ളൂ, അവർക്കേ രക്ഷിക്കപ്പെടാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്തത് കൊണ്ട് പ്രയോജനമില്ല. ഹല്ലേലൂയ. ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് വേദനയൊക്കെ തോന്നിയാലും കുഴപ്പമില്ല. നിങ്ങൾ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നതാ. നിങ്ങളെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുതെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഞങ്ങളെ പോലെയുള്ളവർ. കാരണം ഞങ്ങളൊക്കെ വെറും പാപികളായിരുന്നു, ദോഷികളായിരുന്നു, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരായിരുന്നു, കനിവില്ലാത്തവരായിരുന്നു, ഹല്ലേലൂയ അധികാരികൾക്ക് കീഴ്പ്പെടാത്തവരായിരുന്നു, തിന്മ പ്രവർത്തികൾ മാത്രം ചെയ്തുകൊണ്ട് ദൈവത്തെ അനുസരിക്കാത്തൊരു കാലഘട്ടമായിരുന്നു. ഈ ലോകത്തിന്റെ മക്കളെ പോലെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നാണ് കർത്താവായ യേശുക്രിസ്തു കൃപയാൽ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് ഈ ആത്മരക്ഷ തന്നത്, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഈ സുവിശേഷം വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, താങ്കൾ ഒരിക്കലും താങ്കളുടെ മരണാനന്തര ജീവിതം നിത്യമായി നരകത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെപ്പോലെയുള്ള ആയിരങ്ങൾ 10,000 ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പൊതുനിരത്തുകളിൽ നിന്നായിരുന്നാലും ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിൽ കൂടി ആയിരുന്നാലും വിവിധ മാർഗത്തിലൂടെ ഈ വചനം വിളിച്ചു പറയുന്നത് എന്തിനാ? നിങ്ങൾ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാ. രക്തം ചെയ്യും. നിങ്ങളും നിത്യമായ സ്വർഗത്തിൽ ദൈവരാജ്യത്തിൽ ദൈവിക സന്തോഷം പ്രാപിച്ച് നിത്യത മുഴുവൻ ഹല്ലേലൂയ നിങ്ങൾ ദൈവരാജ്യത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിതാവായി ദൈവം ആഗ്രഹിക്കുന്നു. അതിനാണ് യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്നതാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ പാപത്തിന് സ്വന്തം ജീവൻ നൽകി, സ്വന്തം രക്തം നൽകി. ഹല്ലേലൂയ. ആ പാപം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് പറയുന്ന സത്യം, ഈ ലോകത്തിലെ ഏക സത്യം യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. അതിനെ ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല. ആരെല്ലാം നിഷേധിച്ചോ, ആരെല്ലാം നിഷേധിക്കുന്നോ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരിങ്ങനെ വാദപ്രതിവാദങ്ങളും വാദമുഖങ്ങളുമായിട്ട് ഇങ്ങനെ അവർ പഠിച്ചത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ദൈവത്തിനും ദൈവത്തിന്റെ വചനത്തിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കുന്ന ഒരുത്തർക്കും അതുകൊണ്ടൊന്നും സംഭവിക്കത്തില്ല. കാരണം അവർ ആത്മരക്ഷ പ്രാപിച്ചവരാണ്. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതാ, ഞങ്ങൾക്ക് ഇന്ന് മരിച്ചാൽ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഇന്ന് ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. ഞങ്ങൾ ഇവിടെ മരിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മാവ് നിത്യമായി സ്വർഗത്തിലെത്തും, ഞങ്ങളെ സ്വർഗീയ പർദീസിലെത്തും എന്നുള്ള ദൃഢവിശ്വാസം, ഉറപ്പുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക്. ഹല്ലേലൂയ. കാരണം ഞങ്ങൾ പാപത്തിന് പരിഹാരം വരുത്തി, ശുദ്ധീകരണം വരുത്തി, വചനമനുസരിച്ചു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ കൂട്ടുകെട്ടുകളൊക്കെ ഞങ്ങൾ വിട്ടു ഇവിടുത്തെ സുഖസൗകര്യങ്ങളൊക്കെ ഞങ്ങൾ മാറ്റിവെച്ചു. ഞങ്ങൾക്ക് ദൈവത്തിന്റെ വചനവും കർത്താവും നിത്യമായ രാജ്യവും മതി. എന്നാൽ ഈ ലോകത്തിന്റെ സുഖമനുസരിച്ച് ജീവിക്കുന്ന ശ്രോതാവേ, നിങ്ങൾ ഇന്ന് മരിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നിത്യമായ നരകമാണ്. അവിടെ നിന്നും ഒരിക്കലും രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. മരണാനന്തരം നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ, മരണാനന്തരം നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ എന്തെല്ലാം കാരണങ്ങൾ ചെയ്താലും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമെല്ലാം കുടക്കമത്തി വെച്ച് വെള്ളം ഒഴിച്ചതുപോലെയാണ്. അല്ലേ? മരണാനന്തരമുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. മരിക്കുന്നതിന് മുമ്പ്, ജീവൻ പോകുന്നതിന് മുമ്പ് ആത്മരക്ഷ പ്രാപിക്കുക എന്നുള്ളത് ദൈവവചനം എന്ന് പറയുന്ന വ്യവസ്ഥയാണ്. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥയല്ല, വ്യവസ്ഥയാണ് ദൈവം. കർത്താവ് നിയമത്തിൽ നിന്ന് സംസാരിക്കുന്നു. നിയമപുസ്തകമാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. അതിനൊന്നും മാറ്റമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ രക്ഷ പ്രാപിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ എഫെസോസ് സഭയെ സംബന്ധിച്ച് അനവധി വിഗ്രഹങ്ങളെ കൊണ്ടും വിഗ്രഹാരാധികളെ കൊണ്ടും നിറയപ്പെട്ട സ്ഥലമായിരുന്നു എഫെസോസ് എന്ന് പറയുന്നത്. അവിടെയാണ് പൗലോസ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവനുള്ള സുവിശേഷമായി കടന്നു ചെല്ലുന്നതും അവിടെയുള്ള ജനത്തെ പ്രബോധിപ്പിക്കുന്നവരും അവർ വചനം ഏറ്റെടുത്ത് രക്ഷിക്കപ്പെട്ട്
കൃപയാൽ ആത്മരക്ഷ പ്രാപിച്ച് നിത്യമായ സ്വർഗത്തിന്റെ അവകാശികളായി മാറിയത് എഫെസോസിലെ സഭ അങ്ങനെ വളർന്നതും ആ ഒരു വെളിച്ചത്തിലാണ്. മുമ്പ് അവർ ഒരുപാട് അല്ലെങ്കിൽ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ വിധേയപ്പെട്ടിരുന്നു. പക്ഷേ സുവിശേഷം കേട്ടപ്പോൾ, സത്യം മനസ്സിലായപ്പോൾ, യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് ആത്മരക്ഷ എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ കർത്താവിന്റെ വചനത്തെ വിശ്വസിച്ചു. നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്താ? വചനത്തെ വിശ്വസിക്കണം. ഒരുപക്ഷെ നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. ഞങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ ഞങ്ങൾ തെറ്റൊന്നും അല്ല പറയുന്നത്. ഞങ്ങൾ ഈ ലോകത്തിലെ ദോഷപ്രവൃത്തി ചെയ്തിട്ടൊന്നും അല്ല വിളിച്ചു പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ ഞങ്ങൾ വിളിച്ച് പറയുന്ന വചനം ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യനെ ഇത് ദൈവവചനം വിളിച്ചു പറയുന്നവരെ നിങ്ങളുടെ ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും അളന്നു നോക്കാതെ അവർ പറയുന്ന വചനത്തിനകത്തെ സത്യത്തെ മനസ്സിലാക്കി സത്യത്തിന് ചെവി കൊടുക്കണം. രക്തം ചെയ്യും. ഇവിടെ വചനം അങ്ങനെയൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ പാപിയായ മനുഷ്യനാണ്. ഹല്ലേലൂയ. പാപം മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുന്നില്ല, എന്നും കണ്ണുനീരാണ്. ഹല്ലേലൂയ. നീ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ മാനസാന്തരപ്പെടണം. നിന്റെ കുടുംബത്തിന്റെ ഐശ്വര്യത്തെ തകർത്ത് കളയുന്ന, നിന്റെ കുടുംബത്തെ നന്മയെ തകർത്ത് കളയുന്ന, നിന്റെ ജീവിത പുരോഗതിയെ തകർത്ത് കളയുന്ന, നീ എന്ത് ചെയ്താലും അത് നഷ്ടത്തിലേക്ക് ചെന്ന് കലാശിക്കുന്ന നിന്റെ ജീവിത സാഹചര്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ വെല്ലുവിളിയിൽ നിന്ന് നീ ജയിക്കണം. സ്തോത്രം. നിനക്ക് ജയിക്കാൻ കർത്താവായ യേശുക്രിസ്തു നിന്നെ സമർപ്പിച്ചു കൊടുത്താൽ മതി. അതിനാണ് മാനസാന്തരപ്പെടണം എന്ന് പറയുന്നത്. മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കണം. ദൈവം വചനം അനുസരിക്കണം. ദൈവ കൽപ്പന പ്രമാണിക്കണം. വിശുദ്ധ ജീവിതം, വേർപാട് ജീവിതം നയിച്ച് അനുദിനം ക്രിസ്തുവിനോട് ചേർന്ന് വസിക്കണം. രക്തം ചെയ്യും. ഭയങ്കര സമാധാനമാണ്. ഞാൻ നേരം യേശുവിനോട് ചേർന്ന് ദൈവത്തിനൊക്കെ പഠിച്ച് വായിച്ച് ധ്യാനിച്ച് യേശുവിനോടൊപ്പം നടക്കുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സമാധാനമാണ്. അതൊന്നും പറഞ്ഞറിയിക്കാനാവാത്ത സമാധാനവും സന്തോഷമാണ്. ആത്മരക്ഷ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ മുൻകാലങ്ങളിലുള്ളതിനെയെല്ലാം ദൈവം തുടച്ചു മാറ്റും. ഹല്ലേലൂയ. നിങ്ങൾ ആത്മരക്ഷ പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സകല പാപത്തെ ദൈവം തുടച്ചു മാറ്റിക്കളയും. രക്തം ചെയ്യും. അതിനെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയും. ഹല്ലേലൂയ. പിന്നെ ആ പാപത്തിന് നിങ്ങളുടെ മേൽ അവകാശമില്ല. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. രക്തം ചെയ്യും. ഇപ്പൊ ഇവിടെ വചനം വായിക്കുന്നത് ദൈവ മക്കൾക്ക് നൽകപ്പെടുന്ന ഒരു പേരാണ് വിശ്വാസി. ഹല്ലേലൂയ. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവൻ വിശ്വാസിയാണ്. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവൻ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ, വചനം അനുസരിക്കുന്നവന്റെ പേര് വിശ്വാസി എന്നാണ്. ഹല്ലേലൂയ. അപ്പം അല്ലെങ്കിൽ വിശ്വാസത്താൽ നിങ്ങൾ, അല്ലെങ്കിൽ സ്തോത്രം, നിങ്ങളുടെ അവിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ രക്ഷ പ്രാപിക്കുന്നു. വിശ്വാസത്താൽ നിങ്ങളുടെ അവിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ രക്ഷ പ്രാപിക്കുന്നു. ഹല്ലേലൂയ. മുമ്പ് നിങ്ങൾ അവിശ്വാസി, നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ അവിശ്വാസം മാറിപ്പോകുന്നു. അതുകൊണ്ട് വിശ്വസിക്കുന്നവനാണ് ആത്മരക്ഷ. വിശ്വസിക്കാത്തവന് ശിക്ഷാവിധിയ. അതാണ് മർക്കോസിന്റെ സുവിശേഷം ഹല്ലേലൂയ 16-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പം വിശ്വസിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കണം. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. അപ്പം വിശ്വസിക്കാത്തവർക്കുണ്ട് ശിക്ഷാവിധിയുണ്ട്. ഹല്ലേലൂയ. ശിക്ഷാവിധി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കാണുന്ന ശിക്ഷാവിധി ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഒരു കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, കോടതിയിലൊക്കെ കേസൊക്കെ ആയിട്ട് പോയി ചിലപ്പം കോടതി നമ്മളെ ഒരു ദിവസം തടവിന് ശിക്ഷിക്കും. ചിലപ്പം കോടതി വിരിയുന്നിടം വരെ, ചിലപ്പം രാവിലെ തൊട്ട് ഉച്ച വരെ കോടതി അലക്ഷ്യത്തിനൊക്കെ നമ്മളെ ശിക്ഷിച്ചെന്ന് വരാം. ചിലപ്പോൾ ഒരു 15 ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ 3 മാസത്തേക്കോ ശിക്ഷിച്ചേക്കാം. പിന്നെ നമുക്ക് പുറത്തു വരാം. ഹല്ലേലൂയ. അങ്ങനെ കോടതിയുടെ ശിക്ഷ ഇവിടുത്തെ നിയമം. എന്നാൽ ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ വിധി പോലെയുള്ള വിധിയല്ല. വിശ്വസിക്കുകയും സ്നാനമേൽക്കുന്നവൻ ചെയ്തവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് പറഞ്ഞാൽ അവൻ എന്നേക്കും ശിക്ഷാവിധിയിൽ അകപ്പെടുകയാണ്. അവൻ എന്നേക്കും എല്ലാ കാലഘട്ടത്തിലും അവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുകയാണ്. അവന് മോചനമില്ല. അല്ലെങ്കിൽ അവന് വേണ്ടി പിന്നെ ജാമ്യം നിൽക്കാൻ കഴിയത്തില്ല. അവന് വേണ്ടി അപ്പീൽ പോകാൻ പറ്റത്തില്ല. അവന് വേണ്ടി പിന്നെ വാദങ്ങളൊന്നുമില്ല.
അല്ലേലൂയ. അവനെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവരുവാൻ ആരും കാണുകയില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ന്യായവിധി നിങ്ങൾ ചേർന്ന ദൈവിക ശിക്ഷയ്ക്ക് വിധേയപ്പെടുന്നതിന് മുമ്പ് തന്നെ നീ മാനസാന്തരപ്പെട്ട് ആത്മരക്ഷ പ്രാപിക്കണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ ആത്മരക്ഷ എന്ന് പറയുന്നത് കൃപയാൽ മാത്രം ലഭ്യമാകുന്നതാണ്. കൃപയാൽ മാത്രം ലക്ഷ്യമാകുന്ന ഈ ആത്മരക്ഷ എന്ന് പറയുന്നത് നീ പ്രാപിക്കുമ്പോൾ, ഹല്ലേലൂയ, ജീവിതത്തിനകത്ത് ഇന്നലെ വരെ നിറഞ്ഞു നിന്നിരുന്ന ഇരുളിന്റെ അനുഭവങ്ങളെ മാറ്റി രക്തം ചെയ്യും. ജീവിതത്തിൽ പുതിയ വെളിച്ചം കൊണ്ട് ദൈവം നിറയ്ക്കും. കാരണം യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. ആ യേശു ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ ശൂന്യത മാറി, ഇരുളിന്റെ അനുഭവങ്ങൾ മാറി, നിന്റെ ദുഃഖങ്ങൾ മാറി, നിന്റെ കണ്ണുനീരിനെ തുടച്ച്, ഹല്ലേലൂയ, നിന്റെ മുഖത്ത് സന്തോഷത്തിന്റെ അനുഭവത്തെ ദൈവം തരും. നിന്റെ സങ്കടങ്ങളെ മാറ്റും, നിന്റെ കണ്ണുനീരിനെ ദൈവം മാറ്റും. നീ കടന്നു പോകുന്ന പ്രതികൂലം എത്ര വലുതായിരുന്നാലും അതിൽ നിനക്കൊരു ആത്മരക്ഷ പ്രാപിക്കാൻ അല്ലെങ്കിൽ ദൈവാത്മാവ് പറയുമ്പോൾ അതിന് നീ വിധേയപ്പെട്ട് കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അപ്പൊ നമ്മൾ വിശ്വാസി, ഹല്ലേലൂയ, ദൈവവചനത്താൽ വീണ്ടെടുക്കപ്പെട്ടവൻ, വിശ്വസിക്കാത്തവൻ അവിശ്വാസി. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നമ്മൾ ഈ റോമാലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട് ഈ വിശ്വാസം എന്ന് പറയുന്നത്. റോമാലേഖനം 10:17 വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആരുടെ സ്തോത്രം, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് കേൾവിയാലാണ്, കേൾവി ദൈവത്തിന്റെ വചനത്താലും. അപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം, ആ വചനം നിങ്ങൾ സ്വതന്ത്ര വിശ്വാസത്തോടെ കേൾക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ആ വചനം നിങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോഴുള്ള വാതിലുകൾ ദൈവം തുറന്നു തരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറഞ്ഞത്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, താങ്കൾ ഇതുവരെ ഈ ഭൂമി ജീവിച്ചിട്ട്, സ്തോത്രം, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, താങ്കൾ ഇതുവരെ ഈ ഭൂമി ജീവിച്ചിട്ട് ഇന്നുവരെയെങ്കിലും താങ്കൾ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? ആത്മരക്ഷ പ്രാപിക്കണമെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലോകത്തിന്റെ സുഖരൂപങ്ങൾ അകപ്പെട്ട് ജീവിതം മതി എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അവസാന വിധി എന്നൊക്കെ പറയുന്നത്, നിത്യമായ ന്യായവിധി എന്നൊക്കെ പറഞ്ഞ അവസാനം നിങ്ങൾ നരകത്തിൽ ചെന്ന് ചേരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മാനസാന്തരപ്പെടണം, സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, സുവിശേഷം അറിയിക്കപ്പെടുമ്പോൾ ജനങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുന്നു. ഹല്ലേലൂയ. സുവിശേഷം ലോകത്തോട്, ദൈവത്തിന്റെ ദാസിമാർ സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ സകല ജനങ്ങളും യേശുവിനെ കുറിച്ച് കേൾക്കുന്നു. അവന്റെ ശക്തിയെയും മനസ്സലിവിനെയും കുറിച്ച് അറിയുന്നു. ദൈവവചനത്തിന്റെ ശക്തിയും ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനസ്സലിവിനെയും കുറിച്ച് സുവിശേഷത്തിലൂടെ ഒരു വ്യക്തി കേൾക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ദൈവവചനങ്ങൾ നിമിത്തം ക്രിസ്തുവിന്മേൽ വിശ്വാസം നമുക്കുണ്ടാകും. കേൾക്കപ്പെടുന്ന വചനം മുഖാന്തരം ക്രിസ്തുവിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. മാത്രമല്ല, സത്യാത്മാവായ കാര്യസ്ഥൻ വരുമ്പോൾ, ഹല്ലേലൂയ, അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും, ഹല്ലേലൂയ, സ്തോത്രം, ബോധം വരുത്തും, ലോകത്തിന് ബോധം വരുത്തുമെന്നാണ് യോഹന്നാന്റെ സുവിശേഷം 16:8 വായിക്കുന്നുണ്ട്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ആത്മരക്ഷ പ്രാപിക്കുമ്പോൾ, സ്തോത്രം, അവൻ ദൈവവചനത്തിലേക്ക് വരുമ്പോൾ, ദൈവസന്നി വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ, ദൈവം ആ മനുഷ്യന് മേൽ കാര്യസ്ഥരെന്ന പരിശുദ്ധാത്മാവിനെ അയക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോഴാണ്, ഹല്ലേലൂയ, സ്തോത്രം, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അത് യേശുക്രിസ്തു തന്നെ ഭൂമിയിലായിരുന്നപ്പോൾ ആമേൻ നമ്മോട് സംസാരിച്ച വചനമാണ്. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾക്കൊരുപക്ഷെ നല്ല നിലയിലുള്ള ജീവിതമായിരിക്കാം, വലിയ വലിയ വീടുകൾ, ബംഗ്ലാവുകൾ, വലിയ വലിയ സൗധങ്ങളിൽ പാർക്കുന്ന വ്യക്തിയായിരിക്കാം, മുറ്റത്ത് ഇഷ്ടംപോലെ ആഡംബര കാറുകൾ കാണാം, ഒരുപാട് ബാങ്ക് ഡിപ്പോസിറ്റ് നിങ്ങൾക്ക് കാണാം, വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വീട് കാണാം, നിങ്ങളുടെ മക്കളൊക്കെ വിദേശത്തായിരിക്കാം, നിങ്ങൾക്ക് ഉന്നത സ്ഥാനമാനങ്ങളൊക്കെ കാണാം, പേരും പ്രശസ്തിയും ഒക്കെയുള്ള ആളുകളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ വിവിധ തരത്തിലുള്ള പുരസ്കാരങ്ങൾ വാങ്ങിയ വ്യക്തിയായിരിക്കാം. ആരുമാകട്ടെ, ആരായിരുന്നാലും നിങ്ങൾ മാനസാന്തരപ്പെടണം. പ്രൈസ്.
നിങ്ങൾ എത്ര വലിയ കോടീശ്വരനായിരുന്നാലും, എത്ര വലിയ കോടീശ്വരനായിരുന്നാലും, അല്ലെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവൻ പ്രാപിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവരാജ്യത്തിലെത്താൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. ഇത് സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്ന, നല്ല നിയമപുസ്തകം പഠിപ്പിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഈ വചനത്തിനൊന്നും ഒരിക്കലും മാറ്റമില്ല. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങൾക്കൊരു മാറ്റമില്ലെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സത്യവചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന വചനം ദൈവത്തിന്റെ അഭിഷക്തന്മാർ വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കുവാൻ നിങ്ങൾ സന്മനസ് കാണിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതം ഹല്ലേലൂയ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന യുവനക്കാരെ, നീ എത്ര നാളുകളായി പാപത്തിൽ ജീവിക്കാൻ തുടങ്ങിയിട്ടാണ്? ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ വെറുക്കൂത്തുകളിൽ, ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ, ഈ ലോകത്തിന്റെ ദുർനടപ്പ്, ഈ ലോകത്തിന്റെ ജഡികമായി നിന്റെ ശരീരത്തെ ജഡികമായി സന്തോഷിപ്പിക്കുന്ന ജഡിക പാപങ്ങളിൽ, ഇവിടുത്തെ മദ്യത്തിനും മയക്കുമരുന്നിനും പാനശാലകൾക്ക് ലഹരികൾക്കും നീ അടിമപ്പെട്ട് സാത്താനെ പ്രസാദിപ്പിച്ചുകൊണ്ട്, സാത്താനെ നീ ആരാധിച്ചുകൊണ്ട്, സാത്താന്റെ പിന്നാലെ നീ പൂക്ക് തുടങ്ങിയിട്ട് എത്ര കാലങ്ങളായി? ഹല്ലേലൂയ. ഇന്ന് മനുഷ്യൻ ചെന്ന് സാത്താനെ ആരാധന ചെന്ന് വിട്ടുകൊണ്ടിരിക്കുക. ഇന്ന് സാത്താനെ ആരാധന ദേശത്തെല്ലാം പെരുകിക്കൊണ്ടിരിക്കുക. അങ്ങനെ മനുഷ്യൻ അതപ്പതിച്ച് അവൻ നിത്യമായ നരകത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നാണ് നീ മാനസാന്തരപ്പെടണമെന്ന് ദൈവവചനത്തിലൂടെ ഞങ്ങൾ ഒന്നടങ്കം പ്രസ്താവിക്കുന്നത്. രക്തം ചെയ്യും. ഞങ്ങൾ ഈ ആത്മരക്ഷ ഭാവിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഈ ആത്മരക്ഷ ഭാവിച്ചതുകൊണ്ട് ഞങ്ങൾക്കുണ്ടായ സന്തോഷം, അല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ടായ സമാധാനം, ഞങ്ങൾക്കുണ്ടായ ആശ്വാസം, ഞങ്ങൾക്ക് കിട്ടിയ പ്രത്യാശ, അതാണ് ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും മരിക്കും. ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങൾക്ക് നിത്യമായ സ്വർഗം, ആ സ്വർഗീയ പരദീസ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് മരണത്തെ ഭയമില്ല. ഹല്ലേലൂയ. മരണത്തെ ഏത് സമയത്തും രണ്ട് കൈ നീട്ടി വാങ്ങി അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ആമീൻ അല്ലിയ മുമ്പിട്ടിറങ്ങിയിട്ടുള്ളവരാണ് ഞങ്ങളെ പോലെയുള്ള ഓരോ സുവിശേഷകന്മാരും. കാരണം മരണത്തെ ഭയമില്ല. എപ്പോൾ മരിക്കുന്നു അപ്പോൾ ദൈവരാജ്യത്തിലെത്തും. സ്തോത്രം. അപ്പം മരിച്ചാലുടൻ ദൈവരാജ്യത്തിലെത്തണമെങ്കിൽ ഈ ഭൂമി വെച്ച് തന്നെ നിങ്ങൾ രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം, വിശ്വാസ സ്നാനം സ്വീകരിക്കണം, പരിശുദ്ധാത്മാവിന്റെ സ്നാനം സ്വീകരിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം, അപ്പോസ്തോലിക ഉപദേശം നിങ്ങൾ കേൾക്കണം. അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും ദൈവവചനത്തിന്റെ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾക്ക് വിധേയപ്പെട്ട് നിങ്ങൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം. എന്റെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിനകത്ത് വെളിച്ചം വീശുവാൻ യേശു ആഗ്രഹിക്കുക. ഒരുപക്ഷെ മരണത്തിന്റെ നിഴലിലായിരിക്കും നീ ഇരിക്കുന്നത്. ജീവിതം തകർന്ന്, കുടുംബം തകർന്ന്, ആരോരും സഹായമില്ലാതെ, എല്ലാവരും തള്ളപ്പെട്ട്, എല്ലാ വഴികളും വാതിലുകളും നിന്റെ മുമ്പിൽ അടഞ്ഞ്, അല്ലെങ്കിൽ നിന്നെ കാണുന്നവരൊക്കെ തമ്മെ മാറിപ്പോകുമ്പോൾ, തലകുനിച്ച് മാറിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ നീ വളരെ ഭാരപ്പെട്ട സങ്കടത്തോടെ കഴിയുമായിരിക്കാം. ഹല്ലേലൂയ. ഒരുപക്ഷെ കടക്കണിയിൽ നീ അകപ്പെട്ട വ്യക്തിയായിരിക്കാം. എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും, മക്കളെ എങ്ങനെ വളർത്തും, ഭർത്താവിനെ എങ്ങനെ നോക്കും, ഭാര്യയായ ഭാര്യയായി നിങ്ങൾക്ക് അങ്ങനെ ചിന്തയുണ്ടാകും. ഹല്ലേലൂയ. ഭർത്താവായി നിങ്ങൾക്ക് അങ്ങനെ ചിന്തയുണ്ടാകും. ഹല്ലേലൂയ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ എങ്ങനെ നോക്കും, രോഗിയായി കിടക്കുന്നവരെ എങ്ങനെ നോക്കും എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. പക്ഷേ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, യേശുക്രിസ്തുവിന് നിങ്ങളുടെ ഹൃദയം നിങ്ങൾ കൊടുക്കുമ്പോൾ, നിങ്ങൾ കടന്നു പോകുന്ന ഇങ്ങനെയുള്ള പ്രതിസന്ധികൾക്കകത്ത് ദൈവം ഒരു ജയം തരും, രക്തം ചെയ്യും. നിങ്ങളെ ആ പ്രതികൂലത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ഹല്ലേലൂയ. ഈ രക്ഷ എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ നിങ്ങൾ ദൈവകൃപയെ മുറുകെ പിടിച്ചുകൊണ്ട് പാപക്ഷമ പ്രാപിച്ച് നിങ്ങൾ രക്ഷയിലേക്ക് വന്ന്, ഹല്ലേലൂയ, ആ സ്വർഗീയ പാതയിലെ അല്ലെങ്കിൽ അനുഭവത്തെ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. സ്വർഗീയമായ ജീവിതത്തെ, അസ്വർഗീയമായ അനുഭവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ ദൈവകൃപയെ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവകൃപയെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ യാത്ര ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവകൃപയെ മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്താൽ നിങ്ങൾ പാപത്തിൽ വീഴത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പല മനുഷ്യരും പാപത്തിൽ വീഴുന്നതിന്റെ കാരണം എന്താണ്?
ദൈവകൃപ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ മനുഷ്യൻ പാപത്തിൽ വീഴും. ലേവി, ദൈവകൃപ നിങ്ങൾ നകന്നു പോകുമ്പോൾ, ദൈവകൃപ നിന്നിൽ നഷ്ടമാകുമ്പോൾ, നീ ദൈവകൃപയിൽ നിന്ന് വീണു പോകുമ്പോൾ പാപം നിന്റെ ഉള്ളിൽ പ്രവേശിക്കും, സാത്താൻ നിന്റെ ഉള്ളിൽ പ്രവേശിക്കും. ലേലിയ, അപ്പോൾ നീ സകലവിധ പാപത്തിനും ധൂർത്തിനും നീ വിധേയപ്പെടാൻ തുടങ്ങും. പിന്നെ പിശാച് നിന്നെ തകർത്തുകൊണ്ടേയിരിക്കും. അല്ലേലിയ. അതുകൊണ്ട് ദൈവകൃപയെ നിങ്ങൾ മുറുകെ പിടിച്ച് അല്ലേലിയ സ്വർഗീയ നിയമത്തിന്റെ ആദ്യ വ്യവസ്ഥയായിരിക്കുന്ന മാനസാന്തരപ്പെടണം. രക്ഷ നിങ്ങൾ പ്രാപിക്കണം. അല്ലേലി, നിങ്ങൾ രക്ഷ പ്രാപിക്കണം. അല്ലേലിയ സ്തോത്രം. അപ്പം രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മകനായി മാറുന്നു. കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ അവകാശത്തോടെ കൈവശമാക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ക്രിസ്തുവിൽ സ്വതന്ത്രന്മാരായി മാറുന്നു. അല്ലേലിയ സ്തോത്രം. അല്ലേലിയ, നിങ്ങൾ രക്ഷ പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ട് നിറയുന്നു. അല്ലേലിയ, നിങ്ങളുടെ കുടുംബാംഗങ്ങളും രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ മക്കളായി മാറുമ്പോൾ സ്വർഗീയ ഭാഗ്യത്തിൽ ഓഹരിക്കാരായി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുകയാണ്. അപ്പൊ നിങ്ങളുടെ കുടുംബങ്ങളും ആത്മരക്ഷ പ്രാപിക്കണം. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. അല്ലേലിയ. ജീവിതം ഒരിക്കൽ മാത്രമാകട്ടോ. 2 പ്രാവശ്യം ജീവിതമില്ല, ഒരിക്കൽ മാത്രമാണ് ജീവിതം. അല്ലേലിയ. അപ്പൊ ലഭിച്ച ജീവിതം എന്ന് പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം മുന്നോട്ട് കൊണ്ടുപോകണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ വചനം നിങ്ങളുടെ കാതുകളിൽ എത്രയോ കാലങ്ങളായി വിളിച്ചു പറയുന്നത്, നിങ്ങൾ എത്രയോ കാലങ്ങളായി ദൈവവചനം കേൾക്കുന്നത്, നിങ്ങൾ കേട്ട വചനത്തിന് ചെവി ഒരിക്കൽ പോലും കൊടുക്കാതെ നിങ്ങൾ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവരാണെങ്കിൽ ദൈവിക ന്യായവിധി എത്ര ഭയാനകമായിരിക്കുമെന്ന് പറയട്ടെ. അതുകൊണ്ടാണ് വലിയൊരു സ്തോത്രം, വലിയ ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നത്. അത് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അല്ലേലിയ സ്തോത്രം. എന്നിട്ട് വചനം, എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. അപ്പൊ ഈ വചനമൊക്കെ കേട്ടിട്ടും ചെല്ലു പറഞ്ഞ് ഞങ്ങൾ കേട്ടില്ല, അറിഞ്ഞില്ല, ഞങ്ങൾ അങ്ങനെ അത്രയൊന്നും തീരുമാനം എടുത്തില്ല, സമയം താമസിച്ചു. എന്നെ കേൾക്കുന്ന പ്രീസിനെ കേട്ടില്ല, അറിഞ്ഞില്ല എന്നൊക്കെ പറയുവാനല്ല ദൈവം നമ്മോട് പറയുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കേട്ടിരിക്കുന്നു, അറിഞ്ഞു. അല്ലേലിയ. അപ്പൊ നിങ്ങൾ സുവിശേഷം കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് ഒരിക്കൽ പോലും പറയാൻ പറ്റത്തില്ല. നിങ്ങളെ ന്യായം വിധിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ ന്യായം വിധിക്കുന്ന മുമ്പിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അല്ലയോ കർത്താവെ ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് തെളിവടക്കം നിവർത്തി വെക്കും നിങ്ങളുടെ മുമ്പിൽ. സുവിശേഷം നിങ്ങളുടെ കാതുകളിൽ എത്തിച്ച വിവരങ്ങൾ ഹല്ലേലൂയ അപ്പൊ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ലോകത്ത് സുവിശേഷം കേട്ടില്ല എന്ന് നമ്മെ സ്തോത്രം നമ്മെ അല്ലെങ്കിൽ ന്യായവിധി നമ്മുടെ മേൽ നടത്തുന്നതിന് മുമ്പിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കർത്താവ് അറിഞ്ഞാണ് ഈ സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയുന്നത്. യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ. ദൈവവചനം വിളിച്ചു പറയണം, ദൈവ വ്യവസ്ഥയാണ്. അപ്പൊ ഈ വചനം വിളിച്ചു പറയുന്നത് സകല ജനവും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, വചനം കേൾക്കണം, വചനത്തെ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നിങ്ങൾ സ്വർഗീയ ഭാഗ്യത്തിന് ഓഹരിക്കാരായി മാറണം. ഹല്ലേലൂയ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി മാറണം. ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കണം. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ജീവിക്കേണ്ടത്? ദൈവവചനം ജീവിക്കണം. രക്തം ചെയ്യും. ദൈവവചനത്തിന് നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കണം. രക്തം ചെയ്യും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3:20 നാം വായിക്കുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരികയും അവൻ എന്നോടും ഞാൻ അവരോട് കൂടെ ഭക്ഷണം കഴിക്കും. ഹല്ലേലൂയ. അതേ ശ്രോതാവേ, നിന്റെ ഹൃദയവാതിക്കൽ ഹല്ലേലൂയ കഴിഞ്ഞ 2000-ലധികം വർഷമായി നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ യേശു മുട്ടിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞു കാണും 2000 വയസ്സൊന്നും എനിക്കില്ലല്ലോ. അതെ, നിങ്ങൾ ജനിച്ച് വളർത്തപ്പെട്ട് ഇപ്പോൾ നിങ്ങളുടെ ജീവിതം, ഇപ്പോൾ നിങ്ങളുടെ പ്രായം, നിങ്ങൾ തിരിച്ചറിവായ കാലം തൊട്ട് നിങ്ങൾ സുവിശേഷം കേട്ടു തുടങ്ങിയില്ലേ? ആ കേട്ട നാളെ തൊട്ട് ഇന്ന് വരെ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിക്കൽ യേശു മുട്ടിക്കൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, യേശു നിങ്ങളോട് പറയുക, മകനെ മകളെ, നിന്റെ ഹൃദയവാതിൽ തുറക്ക്, ഞാൻ നിന്റെ ഉള്ളിൽ വരട്ടെ. ഹല്ലേലൂയ. നീ ഇന്നുവരെ നിന്റെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കാതെ നിന്റെ ഹൃദയം വലിയ കടുപ്പം കൂട്ടി കടുപ്പിച്ച് നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹല്ലേലൂയ
ഫറവോന്റെ ഹൃദയം കഠിനമായതുപോലെ നിന്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടുപോയാൽ, ദൈവവചനം കേട്ടിട്ടും ദൈവിക ദൂതുകൾ കേട്ടിട്ടും ദൈവിക സന്ദേശം കേട്ടിട്ടും ദൈവം നിന്നോട് സംസാരിച്ചും നിന്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടുപോയാൽ, പിന്നത്തേതിൽ ഫറവോനും കൂട്ടർക്കും സംഭവിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമാണ്. രക്തം ചെയ്യണം. അതുകൊണ്ട് ദൈവവചനം കേൾക്കുവാൻ വേണ്ടി നിന്റെ ഹൃദയവാതിൽ നീ തുറന്നു കൊടുക്കണം. യേശുക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വരുവാൻ, യേശുക്രിസ്തു നിന്നിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ ഹൃദയം നീ യേശുവിനെ വേണ്ടി കൊടുക്കണം. പ്രൈസലോ, യേശുക്രിസ്തുവിന് വേണ്ടി നിന്റെ ജീവിതത്തെ നീ സമർപ്പിച്ചു കൊടുക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു ദിവസം എവിടെല്ലാം യാത്ര ചെയ്യുന്നവരാണ്? ഏതെല്ലാം വഴിയിലൂടെ നിങ്ങൾ പോകുന്നവരാണ്? ആരെയെല്ലാം നിങ്ങൾ കാണുന്നു? ആരോടെല്ലാം നിങ്ങൾ സംസാരിക്കുന്നു? എന്തെല്ലാം ഇടപാടുകൾ, എന്തെല്ലാം മാമേലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു? ലേറിയ നിങ്ങൾ തിരക്കുള്ള മനുഷ്യരാണ്. നിങ്ങൾക്ക് ഒരുപാട് ജോലി ഭാരങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് എന്തെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിലും നല്ലതാ. പക്ഷെ അതിനിടയിൽ നിങ്ങൾ ആത്മരക്ഷ പ്രാപിച്ചിരിക്കണം. നിങ്ങൾക്ക് എത്ര തിരക്കുള്ള മനുഷ്യനായിരുന്നാലും, എത്ര തിരക്കേറിയവനായിരുന്നാലും രക്തം ചെയ്യണം. ആത്മരക്ഷ പ്രാപിച്ചില്ലെങ്കിൽ നിങ്ങളുടെ തിരക്കുകളെല്ലാം ഇവിടെ കൊണ്ടങ്ങ് അവസാനിക്കും. രക്തം ചെയ്യം. ആമേൻ, ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവവചനം പറയുന്നത്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ കൃപ ദൈവം നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. ദൈവകൃപ നിങ്ങളെ വിളിക്കുന്നു. ദൈവകൃപ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. നീ രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ. ഈ രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമേ രക്ഷയുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ പത്രോസൊക്കെ വിളിച്ചു പറയുന്ന യാഥാർത്ഥ്യമുണ്ട്. മറ്റൊരുത്തനും രക്ഷയില്ല, മറ്റൊരുവനും രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റാരിനും രക്ഷയില്ല. കേട്ടോ, അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ, മറ്റൊരുത്തിനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പൊ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുവാന് ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരു നാമവുമില്ല. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുവാൻ ഏക നാമം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ കാണുന്ന മുഴു ലോകത്തെ സൃഷ്ടിച്ചവൻ, അണ്ടകടാകത്തെ നിർമ്മിച്ച അഖിലാണ്ടത്തിന്റെ ഉടയവൻ, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നവൻ, അവൻ രാവും പകലും മാറി മാറി നമുക്ക് തരുന്നവൻ, കരയും കടലിനെ സൃഷ്ടിച്ചവൻ, ഈ പ്രകൃതിയെ മുഴുവൻ ഭരിക്കുന്നവൻ, ഈ പ്രകൃതിയെ മുഴുവൻ അതതിൻ്റെതായ സമയങ്ങളിലൂടെ നിയന്ത്രിക്കുന്നവൻ. ഹല്ലേലൂയ. സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു പറയുക, ഹല്ലേലൂയ, നീ കൃപയാൽ രക്ഷിക്കപ്പെടണം. ഞാൻ നിനക്കൊരവസരം കൂടെ തരികയാണ്. ഹല്ലേലൂയ. അത് ഈ പ്രഭാതം നിങ്ങൾക്കൊരവസരം ദൈവം തന്നിരിക്കുക. എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന യുവതി, നിനക്കൊരവസരം ദൈവം തരികയാണ്. നിനക്ക് തന്നിരിക്കുന്ന അവസരത്തെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. നിനക്ക് തന്നിരിക്കുന്ന അവസരത്തെ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നീട് സുവിശേഷം നിന്റെ കാതുകൾ കേൾക്കണമെന്നില്ല. ഒരു സുവിശേഷകർ ഇതിനോട് പറയണമെന്നില്ല. ഏത് സമയത്ത് എവിടെ വെച്ച് എങ്ങനെയാ മരണമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നിനക്ക് തന്നിരിക്കുന്ന അവസരം എന്ന് പറയുന്നത് നീ നഷ്ടപ്പെടുത്തി കളയാതെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നീ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കണം. യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. യേശുവേ, എന്റെ ജീവിതത്തിന്റെ ഓട്ടം ഞാൻ നിർത്തി, ഇനി അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. കൃപയാലുടെ ആത്മരക്ഷ എനിക്ക് ആവശ്യമാണ്. എനിക്ക് മാനസാന്തരം ആവശ്യമാണ്. അങ്ങയില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട. എന്റെ ഉള്ളിലേക്ക് അങ്ങ് വരണമേ. അവിടുത്തെ മകനായി മകളായി എന്നെ ചേർക്കണമേ. എനിക്ക് ആ സ്വർഗീയ സന്തോഷം അനുഭവിപ്പാൻ എനിക്ക് കർത്താവേ ആ കൃപ നൽകണമെന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ജീവൻ തുടങ്ങും. രക്തം ചെയ്യാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, നിങ്ങൾ ദൈവസന്നെ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഇന്ന് കോടിക്കണക്കിന് രക്ഷയുടെ അധിപതിയായി, ഹല്ലേലൂയ, സ്തോത്രം, കോടിക്കണക്കിന് ആളുകളുടെ ജനങ്ങൾക്ക് അധിപതിയായി. ഹല്ലേലൂയ. ഇന്ന് കോടിക്കണക്കിന് ജനങ്ങൾക്ക് രക്ഷയുടെ അധിപതിയായി. ഹല്ലേലൂയ. യേശു കർത്താവുണ്ട്. ഒരിക്കലും പറയട്ടെ, ഇന്ന് ഭൂമിയിലുള്ള 800 കോടിയിലധികം ജനങ്ങളുടെ രക്ഷയുടെ അധിപതിയായി യേശു ക്രിസ്തു ഉണ്ട്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും രക്ഷിക്കുവാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും രക്ഷിക്കാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുകയാണ്.
അതുകൊണ്ടാണ് നമ്മൾ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാരാഗ്രഹ പ്രമാണിയുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം കാരാഗ്രഹ പ്രമാണി, കാരാഗ്രഹത്തിലുണ്ടായ അത്ഭുതം. പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിൽ വലിയ ഭൂകമ്പം, തടവുള്ളികളിലെല്ലാം ചങ്ങല അഴിഞ്ഞുപോയി. ഹല്ലേലൂയ. കാരാഗ്രഹ പ്രമാണി ഭയന്ന് വിറച്ചു. അവസാനം പൗലോസിന്റെ അടുക്കൽ കടന്നു വന്നു. പൗലോസിനോട് ചോദിക്കുക, തടവുള്ളിയോട് ചോദിക്കുക, യജമാനന്മാരെ, അല്ല ഈ തടവുള്ളികളെ ഇപ്പം കാരാഗ്രഹ പ്രമാണി വിളിക്കുന്നത് എന്താ? യജമാനന്മാരെ. മുമ്പ് ആ കാരാഗ്രഹത്തിന്റെ പ്രമാണിയാരാ, യജമാനാരാ? ഈ കാരാഗ്രഹ ഇപ്പൊ നേരെ അവൻ തിരിഞ്ഞു വിളിക്കുക, യജമാനന്മാരെ. ഹല്ലേലൂയ. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് കാരാഗ്രഹ പ്രമാണി കരഞ്ഞ് നിലവിളിച്ചു എന്ന് ചോദിക്കുക, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോഴാണ് പൗലോസ് പറഞ്ഞത്, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ആത്മരക്ഷ പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, വിശ്വസിക്കാത്ത നിങ്ങൾക്ക് ഹല്ലേലൂയ നിത്യമായി നരകത്തിൽ പോകും. വിശ്വസിക്കുന്ന നിങ്ങൾ നിത്യരക്ഷയെ മുറുകെ പിടിച്ചുകൊണ്ട് കൃപമേൽ കൃപ പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ അനുദിനം ക്രിസ്തുവിന്റെ വചനം അനുസരിച്ച് ന്യായപ്രമാണത്തിന്റെ സന്തോഷിച്ച് നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി പൂർണ്ണമായി ഒരുക്കി കൊടുക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറട്ടെ. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, സ്തോത്രം, 1 പത്രോസിന്റെ ലേഖനം ഹല്ലേലൂയ 1-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആദ്യം നിങ്ങളിപ്പോൾ അല്പകാലത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആമേൻ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. അതേ സ്നേഹിത, യേശു നിനക്ക് വേണ്ടി പുതിയ വഴികളെ ഒരുക്കി തരിക. നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ യേശുവിന് കഴിയും. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം എന്താണ്? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. അതേ, കർത്താവ് നിങ്ങൾക്ക് ഇന്ന് പ്രഭാതത്തിൽ സമയം തരികയാണ്. ഞാൻ മുമ്പ് ആവർത്തിച്ചു, എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഇതുവരെ നീ ആത്മരക്ഷ പ്രാപിച്ച് ക്രിസ്തുവിന് നിന്റെ ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് ഒരിക്കൽ കൂടി പറയാമോ? യേശുവേ, എനിക്ക് ആ രക്ഷ ആവശ്യമാണ്. എന്റെ ഭർത്താവിന്, എന്റെ ഭാര്യയ്ക്ക്, എന്റെ മക്കൾക്ക്, എന്റെ മാതാപിതാക്കൾക്ക്, എന്റെ കുടുംബത്തിന്റെ രക്ഷ ആവശ്യമാണ്. ഇരുളടഞ്ഞ അന്ധകാരം പിടിച്ച ബന്ധനത്തെ നിറയപ്പെട്ട എന്റെ കുടുംബത്തിനകത്ത് അങ്ങ് കടന്നു വന്ന് എന്നിലേക്ക് അങ്ങ് കടന്നു വന്ന ആ വെളിച്ചം ഞങ്ങളിൽ ഉള്ളിൽ പകരണമേ. അങ്ങനെയുള്ള രക്ഷ ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതേ, അങ്ങ് മാത്രമാണ് രക്ഷകൻ. അങ്ങേക്ക് വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കുന്നത് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ ഞങ്ങളുടെ കരകളേൽപ്പിക്കുന്നു. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ധ്യാനം വൃത്തരസംഘ യാച്ച് ഓർഫനേജിലും വോൾട്ടേജ് തടവറയിലായിരിക്കുന്നവർക്കായി കർത്താവിയുടെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിൽ ആയിരിക്കുന്നവരെ, കർത്താവ് കരസേന, വ്യോമസേന, നാവികസേന, അതിർത്തികൾ കാക്കുന്ന BSF, CRPF, പോലീസിന്റെ വിവിധ സെക്ഷനുകൾ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്ന ക്രമസമാധാന പാലകർ, രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, ജുഡീഷ്യൽ വിവിധ ഭാഗങ്ങളെയും, സമുദ്രാതത്തിൽ സമുദ്രത്യാഴങ്ങളിൽ ജോലി ചെയ്യുന്നവർ, കരയിൽ കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന വാഹന നിർമ്മാതാക്കളിൽ സഞ്ചരിക്കുന്നവർ, ആമേ കടലോരവാസികൾ, മത്സ്യബന്ധനത്തിലേക്ക് കടന്നുപോയിരിക്കുന്നവർ, കമ്പനികളും ഫാക്ടറികളും ഖനികളും ഒക്കെ ജോലി ചെയ്യുന്നവർ, ഹല്ലേലൂയ, കർഷകനകത്ത് ജൂഡിനകത്ത് ജോലി ചെയ്യുന്നവർ, ഹല്ലേലൂയ, സ്തോത്രം. ചെറുപ്പമായ എല്ലാ വ്യാപാരികളും വ്യവസായം, വഴിയോര കച്ചവടക്കാരെയും അങ്ങയുടെ കരങ്ങളിൽ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, സാമ്പത്തിക മേഖല, ആമി കർത്താവ് സ്തോത്രം, കാർഷിക മേഖല, ക്ഷീരമേഖല, അതുപോലെ കർത്താവ് ബാങ്കിങ് മേഖലയിലൊക്കെ ആയിരിക്കുന്നവർക്കായി, പൊതുമേഖലയിലായിരിക്കുന്ന എല്ലാവരെയും
ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മത സാമൂഹ്യ സാംസ്കാരിക സംഘടനാ രംഗത്ത് ചരിത്രമാധ്യ മീഡിയ രംഗം നിൽക്കുന്നവർ എല്ലാ സയന്റിസ്റ്റുകൾ എഞ്ചിനീയർമാരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ കൊട്ടാരത്തിവരെ പാർക്കുന്ന സകല ജാതി മത വ്യത്യാസങ്ങൾ എല്ലാ ജനത്തെയും ഞങ്ങളുടെ ലോക രാജ്യങ്ങൾ 800 കോടിയിലധികം ജനത്തെയും അങ്ങനെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവ് ജനം മാനസാന്തപ്പെട്ട് മടങ്ങി വരട്ടെ. പാപം വിട്ടൊഴിഞ്ഞ് മടങ്ങി വന്ന് യേശുക്രിസ്തുവിന്റെ നിത്യരക്ഷ പാലിപ്പാൻ ഈ ജനത്തിന്റെ ഹൃദയങ്ങളെ തുറക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേശത്തും വിദേശത്തൊക്കെ ജോലിക്ക് കടന്ന് ഒരു കഷ്ടം സഹിക്കുന്നു, വേദന അനുഭവിക്കുന്നവർ, സാലറി കിട്ടാതെ അല്ലെങ്കിൽ വിവിധ അമർന്നാൻ കഷ്ടം അടിമവേല ചെയ്യുന്നവർ, കുടുംബവേലയ്ക്ക് വേണ്ടി കുടുംബജോലിക്കായി കൂട്ടിക്കൊണ്ടു പോയിട്ട് വിദേശ രാജ്യം കഷ്ടം സഹിക്കുന്ന സഹോദരിമാർ, പീഡയിലൂടെ കടന്നു പോകുന്നവരെ ഒക്കെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നപ്പ. ഹല്ലേലൂയ. ജോലി നഷ്ടപ്പെട്ടവരുടെ ജോലിക്ക് വേണ്ടി വിദേശത്ത് കടത്തുവാൻ ആഗ്രഹിക്കുന്നവർ അവരെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പരിവർണ്ണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം തക്ക സമയത്ത് അഡ്മിഷൻ ലഭ്യമാകണം. ഹല്ലേലൂയ. കർത്താവ് എല്ലാ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ദേശത്ത് വിദേശത്ത് കർത്താവിന്റെ പേരുള്ള ബന്ധത്തിൽ സുവിശേഷം വിളിച്ചു പറയുന്ന ദൈവദാസിദാസന്മാർ, വിവിധ സംഘടന ഗ്രൂപ്പുകളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മീരും ദൈവകൃപ കൂടിയിരിക്കണമേ. ഇന്ന് പകൽ കർത്താവ് വിവിധ സ്ഥലങ്ങളിൽ വിവിധ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്ന സകല കുടുംബങ്ങളിൽ ആത്മരക്ഷ പ്രാപിച്ച് നിത്യത്തിന്റെ അവകാശിയായി തീരുവാൻ ദൈവങ്ങൾ സമർപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.